IPC 1, 2, 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു IPC 4. ഇവിടെ നമുക്ക് വീണ്ടും 6 ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. 4 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും 2 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും ചേർന്ന 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ്. ഈ 6 എണ്ണത്തിൽ കൂടെ നമ്മൾ വളരെ വിശദമായി സപ്പോർട്ട് സർവീസസിനെ കുറിച്ച്, അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോസസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. IPC 4 says that the organization implements the infection prevention and control program in support services. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോസസ് ഇൻ സപ്പോർട്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക? നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഓൾ ഏരിയാസിൽ നമുക്ക് എൻജിനീയറിംഗ് മെക്കാനിസം എവിടെയെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിന്, അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ ഫ്ലോറുകളുടെ ക്ലാസിഫിക്കേഷൻസ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയെ കൂടെ കരുതിയിട്ട് വേണം നമ്മൾ പേഷ്യൻ്റ് കെയർ ഏരിയാസ് ഡിസൈൻ ചെയ്യാനായിട്ട്. എൻജിനീയറിംഗ് ഡിസൈനിങ്ങിൽ തിയേറ്റർ പോലെയുള്ള ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, വാട്ടർ സപ്ലൈ മാനേജ് ചെയ്യേണ്ട രീതികൾ. അപ്പോൾ നമുക്ക് 2 ബെഡുകൾ വാർഡിലൊക്കെയാണ് 2 ബെഡുകൾ തമ്മിലുള്ള ഓപ്റ്റിമം ഡിസ്റ്റൻസ്, അത് 1-2 മീറ്ററൊക്കെ ഡിസ്റ്റൻസ് വേണം. പലയിടത്തും ഒരു 1 ഫീറ്റ് 2 ഫീറ്റൊക്കെയാണ് 2 ബെഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാകുക. അങ്ങനെയല്ല, 1 or 2 മീറ്റേഴ്സ് ഡിഫറൻസ് 2 ബെഡുകൾ തമ്മിൽ. സോ അങ്ങനെ നമുക്ക് എൻജിനീയറിംഗ് ഡിസൈനിങ്ങിൽ വളരെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ നമുക്ക് റിനോവേഷൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കെട്ടിടങ്ങളുടെ ഒരു ഭാഗം ഇടിച്ച് പൊളിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, കമ്പ്യൂട്ടർ നെറ്റ്വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഭിത്തി പൊട്ടിച്ച് ഹോളൊക്കെ ഇട്ട് കേബിൾ വലിക്കുക, അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് റിനോവേഷൻ പ്രോഗ്രാംസ് വരുമ്പോൾ അതിന് കൃത്യമായും നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. ICRA നമുക്ക് പരിചയമുള്ളതാണ്. ICRA ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ റിനോവേഷൻ പ്രോഗ്രാംസ് മുമ്പോട്ട് കൊണ്ടുപോകുക. ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഓരോ ഏരിയയ്ക്കും വളരെ കൃത്യമായി ഗൈഡ് ലൈൻസോട് കൂടിയാണ് ഹൗസ് കീപ്പിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ള വിസിബിൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൃത്യമായി അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് കൃത്യമായ പ്രോഗ്രാം പ്ലാനുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ BMW ഗ്രേപ്സിൽ ആൾറെഡി ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആ സെഗ്രിഗേറ്റഡ് ക്ലാസിഫിക്കേഷൻസ് അനുസരിച്ച് കൃത്യമായി കളർ കോഡഡ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് മെക്കാനിസം സെഗ്രിഗേഷൻ ഉപയോഗിക്കുകയും അത് ഒഫീഷ്യലി അത്തരത്തിൽ വേസ്റ്റ് ഡിസ്പോസലിന് അംഗീകൃതമായ ഏജൻസി വഴി മാത്രമേ നമ്മളത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യാവൂ എന്നുള്ള പോളിസികൾ നമുക്ക് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ലിനൻ മാനേജ്മെൻറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കുറേ അധികം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം വളരെയധികം ഹോസ്പിറ്റൽ നമ്മുടെ ലിനൻ മാനേജ്മെൻറ്റ് ടച്ച് ചെയ്യുന്ന പോലും കാണുന്നില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ ലിനൻ മാനേജ്മെൻറ്റ് ഉപയോഗിക്കണം. അതിന് കൃത്യമായൊരു പ്രോസസ് പ്ലാൻ ഉണ്ടാവണം. ആ പ്രോസസ് പ്ലാൻ ഗൈഡ് ലൈൻസ് എഴുതി വെച്ചിട്ടുണ്ടാവണം. കാരണം എങ്ങനെയാണ് ഡേർട്ടി ലിനൻസും ക്ലീൻ ചെയ്ത ലിനനും കീപ്പ് ചെയ്യേണ്ടതെന്ന് തുടങ്ങി അതിൻ്റെ ഓരോ പ്രോസസ് ഫ്ലോയിലും. ഇപ്പോൾ നമ്മുടെ ഇൻഹൗസ് ലിനൻ മാനേജ്മെൻറ്റ് ലോണ്ട്രി ആണ്. ലിൻ മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോണ്ട്രി. നമ്മുടെ ഇൻറ്റേർണൽ ലോണ്ട്രി മാനേജ്മെൻറ്റിന് കൃത്യമായി ഒരു പ്രോസസ് പ്ലാൻ നമുക്കുണ്ടാവണം. ആ പ്രോസസ് പ്ലാൻ ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ടീം ഉണ്ടായിരിക്കണം. ആ ടീം ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഈ ടീം ഇതിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം കൃത്യമായിട്ടാണ് ലോണ്ട്രി വർക്ക് ചെയ്യുന്നത്. ഔട്ട്സോഴ്സ് ലോണ്ട്രി ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഔട്ട്സോഴ്സ് ലോണ്ട്രി വളരെ കൃത്യമായിട്ട് ക്ലീൻഡ് അൺക്ലീൻഡ് ആയിട്ടുള്ള ലിനൻസ് മാനേജ് ചെയ്യുന്ന മെക്കാനിസം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിൻ്റെ സാനിറ്റേഷൻ, ഫുഡ് ഹാൻഡ്ലിങ്, ആ ഫുഡ് കൊണ്ടുവരുന്ന ട്രോളീസ് മാനേജ് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം, ക്ലീനിങ്ങിനും പ്രിപ്പയറിങ്ങിനും ഒക്കെ സെപ്പറേറ്റ് സ്ഥലങ്ങൾ വേണം. ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന അവർ കുക്ക് ചെയ്യുന്നവരാണെങ്കിലും സപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെ നമ്മുടെ സപ്പോർട്ട് സർവീസസുകളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ് നമ്മൾ ഈ ഒരു IPC 4 ഡിസ്കസ് ചെയ്യുന്നത്. IPC 4 ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ 4th സ്റ്റാൻഡേർഡ്. ദ ഓർഗനൈസേഷൻ implements the infection prevention and control process in support services എന്നതാണ്. നമുക്കതിനെ വിശദമായിട്ട് 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെ കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യാം.